ഞാൻ ഉത്തർപ്രദേശിൽ നിന്ന് നേപ്പാൾക്ക് പോകുന്ന വഴി ഇങ്ങനെ ഒരു ഗ്രാമത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഹായ് ബോലോ. ഹായ്, എവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിതാ ലക്നൗവിലാണ്, ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാന നഗരം ലക്നൗവിൽ. ഇന്നലെ നല്ലൊരു ദിവസം തന്നെയാണ് ഉത്തർപ്രദേശിൽ എത്തിയത്. ഇന്നലെ അവിടെ നിറയെ പോലീസുകാരൊക്കെ ആയിരുന്നു, രാത്രിയൊക്കെ സിറ്റി നിറയെ പോലീസായിരുന്നു. അയോധ്യയുടെ അന്തിമവിധി വന്ന ദിവസമായിരുന്നു. അപ്പോൾ ഇന്നിനി ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ഗോരഖ്പൂർ വഴി നേപ്പാളിലേക്കാണ്. അപ്പോൾ പോകേണ്ട റൂട്ട് അയോധ്യ ടച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ആ വഴി അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്നലെ അവിടെ കണക്ട് നിരോധനാജ്ഞയൊക്കെ ആയതുകൊണ്ട് വഴി അടവായിരുന്നു. ഇന്നെന്താ അവസ്ഥ എന്ന് വ്യക്തമായിട്ട് അറിയില്ല. ഒരാളുടെ ചോദിച്ചപ്പോൾ ഇന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കേട്ട് എന്തായാലും പോയി നോക്കാം. ഇവിടുന്ന് ഏകദേശം 300ഓളം കിലോമീറ്റർ ഉണ്ട്. ഞാനിന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലുംബിനി എന്ന് പറഞ്ഞ നേപ്പാളിൻ്റെ ഗ്രാമത്തിലേക്ക്. അത് ബോർഡർ പ്ലേസിലുള്ളൊരു ഗ്രാമം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാണ്. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, ഒരു 6 മണിക്ക് 7 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞാൻ ഉത്തർപ്രദേശിൽ നിന്ന് നേപ്പാൾക്ക് പോകുന്ന വഴി ഇങ്ങനെ ഒരു ഗ്രാമത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നെൽപ്പാടങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ കൊയ്തെടുത്ത നെല്ലുകളൊക്കെ ഇങ്ങനെ മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്ത് പിറകിൽ കാണുന്ന കരിമ്പും തോട്ടങ്ങളാണ്. ഇത് നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടങ്ങൾ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. पल्ले बिछवा पल्ले बिछवा गए। अभी सक्सेस नहीं है मशीन। मशीन फ्री नहीं दे देगा गवर्नमेंट? मशीन नहीं देता अपनी खेती के लिए। मशीन तो गांव में 1-2 आदमी लाया है, लेकिन उससे नहीं काम होता सही। या तो पूरा प्लाट का प्लाट हो, खेत का काम करता है। थोड़े खेत में काम जल्दी मशीन नहीं करती ना, तो फिर जानवर को खिलाना रहता है, उससे ये सही नहीं निकलता है। അതായത് മെഷീൻ, ഇത് മെതിക്കാനുള്ള മെഷീനൊന്നും ഇവിടെ ഇല്ല. മെഷീൻ ഉണ്ടെങ്കിൽ ജോലി കുറയുമെന്നൊക്കെയാണ് അഭിപ്രായം. കുറേയൊക്കെ ശരിയാണ്. ജിതേന്ദ്രൻ എന്നാണ് ഈ കർഷകൻ്റെ പേര്. ഇവിടെ വേറെയും കുറേ ആൾക്കാരുണ്ട്, അപ്പുറത്തെ ആളുകളുണ്ട്. याद रही तो कम से कम पड़ गया।
ഇതൊക്കെ ഗ്രാമത്തിലെ പിള്ളേരാണ്. ഇതൊക്കെ വരും കാലത്തിൽ വലിയ കർഷകരാണ് പിള്ളേരാണ്. ഓക്കെ ഹായ് പോലോ. എല്ലാവരും ഉണ്ട് അവിടെ. आपका नाम? जगजीवन. जगजीवन बहुत गेती वाला है. ഓക്കെ എന്നാ ഇനി ഇവിടുന്ന് വിടാണ് നേരെ നേപ്പാളിലേക്ക്. അങ്ങനെ കൃഷിസ്ഥലത്ത് നിന്ന് ഇറങ്ങി ബൈക്ക് എടുത്ത് നേരെ ഗോരഖ്പൂർ വഴി നേപ്പാൾ പോകാൻ വേണ്ടിയിട്ട് ചാടി കയറിയിട്ടുണ്ട്. കാരണം അവിടെ നല്ല തിരക്കുണ്ടാവും. കാരണം ഇന്നലെയൊക്കെ റോഡ് അടഞ്ഞു കിടന്നുകൊണ്ട് ആ അതിർത്തി ഭാഗത്ത് നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഇന്ന് അവിടുന്ന് പെർമിഷൻ വാങ്ങിയിട്ട് ഇന്ന് തന്നെ നേപ്പാളിലേക്ക് കിടക്കണം. വേഗം പോകേണ്ടതുണ്ട് എന്തായാലും. പൊതുവെ എല്ലാവർക്കും ഉള്ള ധാരണയാണ്, ഒരു മിഥ്യാധാരണയും കൂടിയാണത്. എന്താ വെച്ചാൽ ഈ ഉത്തർപ്രദേശിലെ ആളുകൾ നമ്മളെ അടിക്കാനും കൊല്ലാനും വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആളുകളാണ്, ഭയങ്കര അക്രമകാരികളാണെന്നുള്ള ഒരു ധാരണ ഉണ്ട്. അത് എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം മേലാണെങ്കിൽ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ഈ വെയിലത്തും പാടത്ത് നിന്നിട്ട് അധ്വാനിക്കുന്ന ആളുകളാണ് എല്ലാവരും. മിക്ക കൂലിപ്പണിയായാലും കൃഷിപ്പണിയാണെങ്കിലും അധ്വാനം മാത്രമേ അതിന് കിട്ടുന്ന തുച്ഛമായ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർക്ക് ഇപ്പോൾ എവിടെ നിന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ വർഗീയതൻ്റെ പിന്നാലെ പോലൊക്കെ. ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഓരോ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇവരെ വേർതിരിച്ചിട്ട് ചേരി തിരിച്ചിട്ട് ഓരോ മുതലെടുപ്പിന് വേണ്ടി ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ. അല്ലാതെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഒന്നുമില്ല. ഭക്ഷണശാലകളൊന്നുമില്ല, അതുകൊണ്ട് ഒന്നും കിട്ടില്ല, വൃത്തി കുറവാണ്. എന്തായാലും ഭേദപ്പെട്ട സ്ഥലത്തു നിന്ന് വരുന്ന വഴി തന്നെ റോഡ് സൈഡിൽ നിന്ന് സ്ഥലത്ത് നിന്ന് കൊക്കവട അല്ല ആ സാധനം. പിന്നെ ഇവിടെ വെജിറ്റബിൾ ബർഗർ, ഇതിന് കൊക്കവടൻ്റെ പ്ലേറ്റിന് 20, അതുപോലെ ബർഗറിന് വെജിറ്റബിൾ ബർഗറിന് 20, അത്ര റേറ്റ് ഉള്ളൂ. അത് വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം. സാമാന്യ വൃത്തിയുള്ള ഹോട്ടലുകൾ ഇവിടെ കുറവാണ്. അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണമൊക്കെ വളരെ നേരം വൈകി. ഇപ്പോൾ 11:30-12 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നേപ്പാളിലേക്ക് പ്രവേശിക്കാൻ ബൈക്കിലാണെന്നുണ്ടെങ്കിൽ ബൻസാർ എന്ന് പറഞ്ഞൊരു പെർമിഷൻ എടുക്കാണ്ട്. ആ പെർമിഷന് ഒരു ദിവസത്തിന് 80 രൂപയാണ് ചാർജ്. കഴിഞ്ഞ വർഷം പോയപ്പോൾ 80 രൂപയായിരുന്നു. ഇപ്പോൾ ഇത് കൂട്ടിയെന്നറിയില്ല. ഞാനെന്തായാലും ഒരു 12 ദിവസത്തേക്കുള്ള പെർമിഷൻ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും പെർമിഷൻ കൂട്ടിയെടുക്കണം, 2-3 ദിവസങ്ങൾ കൂട്ടിയെടുക്കാൻ നല്ലതാണ്. കാരണം ഈ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ വാഹനം അവിടെ നേപ്പാൾ കണ്ടു കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോകും. പിന്നെ അത് ലേലത്തിലൊക്കെയാണ് പരിപാടി, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ബൻസാർ ദിവസം കൂട്ടിയെടുക്കണം. ഇവിടെ ഇന്ത്യൻ നേപ്പാൾ അതിർത്തിയിൽ സനോലി എന്നൊരു ഗ്രാമമുണ്ട്. ആ ഭാഗത്താണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത്, ട്രാൻസ്പോർട്ടേഷൻ്റെ ഓഫീസ് വരുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ ഓഫീസ് ഉണ്ടായിരിക്കും. ഗ്രാമത്തിലെ ആളുകളുടെ പ്രധാന യാത്രാമാർഗം സൈക്കിളാണ്. മിക്ക ആളുകളുടെ കയ്യിൽ സൈക്കിളുണ്ട്. സൈക്കിളിൻ്റെ ഷോപ്പ്, പഞ്ചർ കടകൾ. സൈക്കിളായി ഭാഗങ്ങൾ നടക്കുന്നു. അതാകുമ്പോൾ നമ്മളെ ഊർജ്ജം മാത്രം മതി, പെട്രോളൊന്നും അടിക്കണ്ട. അതാണ് സൈക്കിൾ. നേപ്പാളിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം കയറിയത് ഗോരഖ്പൂർ വഴിയാണ്. ഗോരഖ്പൂർ വഴി പോകേണ്ട ആവശ്യമുണ്ടെന്ന്. അത് ATM വേണമായിരുന്നു. പിന്നെ വണ്ടിക്ക് ചെറിയ സർവീസ് ഉണ്ടായിരുന്നു. സർവീസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഗോരഖ്പൂർ വഴി ഇത്തവണ പോകണില്ല. ഇത്തവണ വേറെ അതിലും എളുപ്പത്തിലൊരു വഴിയുണ്ട്. ഗോരഖ്പൂർ വഴി പോകാൻ തന്നെ നല്ല. ഗോരഖ്പൂർ പൊടിയും ബഹളവും തിരക്കും ഒരു കഥയാണ് ഗോരഖ്പൂർ. അപ്പോൾ ഇപ്പോൾ റൂട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡ് വലിയ കുഴപ്പമില്ല, സീനാവില്ല എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഭാഗത്തൊന്നും വർക്ക്ഷോപ്പ് ഓൺലൈൻ ഷോറൂം എവിടെയും കണ്ടില്ല. ലക്നൗവിൽ ഒരുപാട് ഷോറൂം ഉണ്ട്. ഇന്നലെ അവധിയായിരുന്നു, ഇന്നിപ്പോൾ തുറക്കാൻ 10 മണി കഴിയും. എന്തായാലും കുഴപ്പമില്ല. ബ്രേക്ക് പാഡിന് മാത്രമേ മാറ്റേണ്ടതുള്ളൂ, അതും വലിയ സീനില്ല. ഒരു 1000-2000 കിലോമീറ്ററൊക്കെ ഇനി എന്തായാലും ഓടും എന്ന് വിചാരിക്കുന്നു.
ഇങ്ങനത്തെ എളുപ്പ വഴിയാകുമ്പോൾ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ റോഡിൻ്റെ അവസ്ഥ പറയാൻ പറ്റില്ല. ചിലപ്പോൾ കട്ട പോകും. അതിനെക്കൂടെ നല്ല കുറച്ച് വളഞ്ഞു തിരിഞ്ഞ് നല്ല റോഡിലൂടെ പോകണമെന്നായിരിക്കും. അപ്പോൾ ഇതുവരെ വന്ന റോഡ് നല്ല റോഡായിരുന്നു. അങ്ങോട്ട് കയറിയതിൻ്റെ ശേഷം പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു. പോലീസുകാരുടെ ഒരു തോക്ക് കണ്ടല്ലോ. ഒട്ടിക്കോ